श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपः कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुन् वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितांश्च हे कृष्ण करुणा सिंधो दीनबंधो जगत्पते गोपेश गोपिका कांत राधा कांत नमोस्तुते सप्तकांजन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. ഭക്തിയോഗം എന്ന 12ാം അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഭക്തിയോഗത്തിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചിട്ട് ഭഗവാൻ അർജുനനെ വിശദീകരിച്ചു കൊടുക്കുന്നതും മറ്റുള്ള യോഗ പദ്ധതികളുടെ ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കുന്നതും ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം 5 ഭഗവാൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ക്ലേശോ അധികരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താ ഹി ഗതിർദുഃഖം ദേഹവദ്ഭിർ അവാപ്യതേ. ക്ലേശോ അധികരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താ ഹി ഗതിർദുഃഖം ദേഹവദ്ഭിർ അവാപ്യതേ. ക്ലേശോ അധികരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താ ഹി ഗതിർദുഃഖം ദേഹവദ്ഭിർ അവാപ്യതേ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ക്ലേശോദീകതരസ്തേഷ അവ്യക്താസക്തചേതസാം അവ്യക്താ ഹി ഗതിർദുഃഖം ദേഹവദ്ഭിരവാപ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താ ഹി ഗതിർദുഃഖം ദേഹവദ്ഭിരവാപ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ക്ലേശോദീയതരസ്തേഷ അവ്യക്താസക്തചേതസാം അവ്യക്താ ഹി ഗതിർദുഃഖം ദേഹവദ്ഭിരവാപ്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുവാന്റെ വിവർത്തനവും ഭാവാർത്ഥവും. അവ്യക്ത ആസക്ത ചേതസാം, പരമപുരുഷന്റെ അവ്യക്തവും വ്യക്തിശൂന്യവുമായ ഭാവത്തിൽ ആസക്ത ചിത്തരായ തേഷാം അവർക്ക് ക്ലേശഃ അധികതരഃ പുരോഗമനത്തിന് പ്രയാസമേറും. ഹി എന്തെന്നാൽ ദേഹവദ്ഭിഹി ശരീരികൾക്ക് അവ്യക്ത ബ്രഹ്മവിഷയകമായ വഴിയിലൂടെയുള്ള ഗതിഹി മുന്നേറ്റം ദുഃഖം അവാപ്യതേ സദാ ദുഷ്കരമാണ്. പരമപുരുഷന്റെ അവ്യക്തവും വ്യക്തിശൂന്യവുമായ ഭാവത്തിൽ ആസക്തചിത്തരായ അവർക്ക് പുരോഗമനത്തിന് പ്രയാസമേറും. എന്തെന്നാൽ ശാരീരികൾക്ക് അവ്യക്ത ബ്രഹ്മവിഷയകമായ വഴിയിലൂടെയുള്ള മുന്നേറ്റം സദാ ദുഷ്കരമാണ്. അപ്പോ ജ്ഞാനയോഗവും ഭക്തിയോഗവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ രണ്ട് മാർഗത്തിന്റെയും ഈ ലക്ഷ്യം എന്ന് പറയുന്നത് അത് ഒന്ന് തന്നെ ആണ് എന്നുണ്ടെങ്കിലും ജ്ഞാനയോഗത്തിന്റെ വഴി വളരെ വളരെ പ്രയാസമേറിയതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്തിയോഗം എന്ന് പറയുന്നത് ഭഗവാനുമായിട്ട് നേരിട്ടുള്ള ഒരു സേവന പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ നമുക്ക് നിഷ്പ്രയാസം നമുക്ക് പരിശീലിക്കാനും സാധിക്കും. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് സുസുഖം കർത്തും അവ്യയം.
വളരെ എളുപ്പത്തിൽ നമുക്ക് പരിശീലിക്കാവുന്നതാണ് ഈ ഭക്തിയോഗം എന്ന് പറയുന്നത്. ഒരു ജീവാത്മാവിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭക്തിയോഗം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. കാരണം നമ്മൾ ഈ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെയാണ് ഈ ഭഗവാൻ ആവശ്യപ്പെടുന്നുള്ളൂ. പക്ഷെ ഭഗവാൻ എന്താണ് പറയുന്നത്? ഭക്തിയോഗം നിങ്ങൾ ആചരിക്കുമ്പോൾ നിങ്ങൾ അത് എനിക്ക് സമർപ്പിച്ചുകൊണ്ടിട്ട് ചെയ്യണം. നമ്മൾ 9-ാം അധ്യായത്തിൽ പഠിച്ചു, യത് കരോഷി യതസ്നാസി യജ്ജുഹോസി ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷാമതർപ്പണം എന്ന് പഠിച്ചിരുന്നു അല്ലെ? അപ്പോ നമ്മള് യത് കരോഷി, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, യതസ്നാസി യഥാഹരി, എന്തൊക്കെ ആഹരിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ജുഹോസി, എന്തൊക്കെ ഹോമിക്കുന്നുണ്ടോ, യത് ദദാസി, നമ്മൾ എന്തൊക്കെ ദാനം ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ യത് തപസ്യസി, നമ്മൾ എന്തൊക്കെ തപശ്ചര്യകൾ ചെയ്യുന്നുണ്ടോ, അതെല്ലാം നമ്മൾ ഭഗവാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഭഗവത് സേവനം എന്ന നിലയിൽ നമ്മൾ അനുഷ്ഠിക്കണം. ഇപ്പോ നമുക്ക് ക്ഷേത്രത്തില് ഭഗവാന്റെ വിഗ്രഹത്തിനെ ആരാധിക്കാം. അതും നമുക്ക് അനുയോജ്യമായിട്ടുള്ള വിധത്തിൽ, അങ്ങനെ കർശനമായിട്ടുള്ള ഒരു നിയമങ്ങളും ഭഗവാൻ പറയുന്നില്ല. നമ്മുടെ കഴിവിന്റെ അനുസരിച്ച് നമുക്ക് ഭഗവാന്റെ വിഗ്രഹത്തിനെ ആരാധിക്കാം. കാരണം ഭഗവാന്റെ വിഗ്രഹം എന്ന് പറയുന്നത് അത് വെറും പ്രതിമയല്ല. മധ്യലീലയിൽ അത് ഭഗവാൻ പറയുന്നുണ്ട്, കൃഷ്ണദേവരായ ഗോസ്വാമി പറയുന്നുണ്ട്, പ്രതിമാനഹിത്വമി സാക്ഷാൽ വ്രജേന്ദ്ര നന്ദന എന്ന് പറയുന്നുണ്ട്. അപ്പോ ആ വിഗ്രഹത്തിനും ഭഗവാൻ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതൊക്കെ ആ വിഗ്രഹത്തിനും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിഗ്രഹാരാധന ചെയ്യുമ്പോൾ നമ്മൾ സഗുണാരാധനയാണ്. നമ്മൾ പണ്ട് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ഗുജറാത്തില് ഈ സാധാരണയായിട്ട് പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ ഈ ശാലിഗ്രാം ശില അല്ലെങ്കിൽ ഈ ഭഗവാന്റെ വിഗ്രഹം, ചെറിയ വിഗ്രഹം, അതൊക്കെ കൂടെ കൊടുത്തയക്കും വീട്ടുകാര്. കാരണം ഭർതൃഗൃഹത്തിൽ പോയി കഴിയുമ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അവിടെ തുറന്ന് പരിശീലിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് പോയ സമയത്ത് ഒരു വിഗ്രഹം കൊണ്ടാണ് പോയത്. അപ്പോ ആ വിഗ്രഹത്തിനെ പതിവായിട്ട് ഭർത്താവിനെ പരിചരണം ചെയ്യുന്നതോടൊപ്പം തന്നെ ആ വിഗ്രഹത്തിനെയും ആ കുട്ടി പരിപാലിച്ചു വന്നിരുന്നു. അങ്ങനെ ആ കുട്ടി വലുതായി, അമ്മയായി, അമ്മുമ്മയായി, വലിയൊരു മുത്തശ്ശിയായി. അപ്പോ ഈ വിഗ്രഹാരാധന പരമ്പര ചെറു കുട്ടികൾക്കൊക്കെ വിട്ടുകൊടുത്തു. അപ്പൊ അങ്ങനെ ഈ മുത്തശ്ശി അങ്ങനെ കിടപ്പാണ്, അത്രയും പ്രായമായി, 90-ലധികം വയസ്സ് പ്രായമുണ്ട്, കിടപ്പാണ്. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ വിഗ്രഹത്തിന് പൂജ ചെയ്യുന്ന സമയത്ത് വിഗ്രഹം താഴെ വീണു. ശബ്ദം കേട്ട് മുത്തശ്ശി ചോദിച്ചു, എന്താ ഒരു ശബ്ദം കേട്ടത്, എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. വിഗ്രഹം താഴെ വീണതാണ് മുത്തശ്ശി എന്ന് പറഞ്ഞു. വിഗ്രഹം താഴെ വീഴേ ആ മുത്തശ്ശിക്ക് പരിഭ്രമമായി. വിഗ്രഹത്തിന് എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കൂ, ഡോക്ടറെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമായി മുത്തശ്ശി കിടന്നു. അപ്പോ വിഗ്രഹത്തിന് അങ്ങനൊന്നും പറ്റില്ല മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ. അപ്പോ അങ്ങനെയല്ലല്ല, എന്തെങ്കിലും പറ്റിക്കാണും, പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടില്ല എന്നുള്ളത് എനിക്ക് ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്താലേ അതെനിക്ക് ഉറപ്പാവുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവരുടെ കുടുംബ ഡോക്ടറെ വിളിച്ചു വരുത്തി. കുടുംബ ഡോക്ടറും മുത്തശ്ശിയോട് പറഞ്ഞു, വിഗ്രഹത്തിന് അങ്ങനെയൊന്നും സംഭവിക്കില്ല, വിഗ്രഹത്തിനെ തന്നെ കാത്തു രക്ഷിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞു. എന്നാലും നിങ്ങൾ അത് ഉറപ്പാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഡോക്ടർ സ്റ്റെതസ്കോപ്പ് ഒക്കെ വെച്ച് വിഗ്രഹത്തിനെ പരിശോധിച്ചു. ഡോക്ടർ തന്നെ അത്ഭുതസ്തബ്ധനായിപ്പോയി. കാരണം ആ വിഗ്രഹത്തിന് ഹൃദയമിടിപ്പുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോ അതുകൊണ്ടാണ് പറയുന്നത്, പ്രതിമാനഹി സാക്ഷാൽ വ്രജേന്ദ്ര നന്ദന. ഭഗവാന്റെ വിഗ്രഹം എന്ന് പറയുന്ന ഒരു പ്രതിമയല്ല, അതിൽ ജീവനുണ്ട്. അപ്പോ അങ്ങനെ നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ സഗുണ ആരാധനയാണ്. ഭഗവാന്റെ രൂപം, നാമം, ഗുണം ഇതെല്ലാം നമുക്ക് തന്നെ നിശ്ചയിക്കാം. നമ്മൾ മനസ്സിൽ ഒരു രൂപം സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ പൂന്താനം പറയുന്നുണ്ട്, എണ്ണമറ്റ
നാമങ്ങളുണ്ട്. അതിൽ നിങ്ങൾ ഒരു നാമെങ്കിലും ശ്രദ്ധയോട് നിങ്ങൾ ഭജിക്കാനാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാന്റെ രൂപം, നാമം, ഗുണം ഇതെല്ലാം തന്നെ അത്രയും ഭഗവാനോടൊപ്പം തന്നെ ശക്തിമത്തായിട്ടുള്ളതാണ്. അപ്പോ അങ്ങനെ ഭഗവാനെ വിഗ്രഹത്തിനെ ആരാധിക്കുന്ന ഒരാൾ ഭഗവാനുമായിട്ട് വൈകാരികമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നു. ചിലര് വിഗ്രഹങ്ങളോട് സംസാരിക്കുന്നത് കാണാം, ഭക്തന്മാരോട് സംസാരിക്കും. നമുക്കറിയാം മേൽപ്പത്തൂര് നാരായണീയം എഴുതിയ ചരിത്രം. അദ്ദേഹം ശ്രീകോവിലിന്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് നാരായണീയം രചിക്കുന്നത്. അപ്പൊ ഓരോ വരി എഴുതി കഴിയുമ്പോഴും ഭഗവാനോട് ചോദിക്കും, ഞാൻ എഴുതിയത് ശരിയാണോ? ഭഗവാൻ അകത്തിരുന്നുകൊണ്ട് തല കുലുക്കും. എങ്കിൽ മാത്രമേ മേൽപ്പത്തൂർ അടുത്ത വരി എഴുതുള്ളൂ. അതുപോലെ തന്നെ സനാതന ഗോസ്വാമി ഒരു മരത്തിന്റെ ചോട്ടിലിരുന്നുകൊണ്ടാണ് യമുനയുടെ തീരത്ത് മദൻ ഗോപാലിനെ മദൻ മോഹനെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ഒരു പരിവ്രാജകനാണ്. അപ്പൊ ഒന്നും തന്നെ ഇല്ല കയ്യില്. അപ്പൊ ഈ ഭിക്ഷ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെയാണ് ഈ മദൻ മോഹന് സമർപ്പിക്കുക. അപ്പോ ഒരിക്കൽ ഇതുപോലെ ഈ ആട്ട കിട്ടിയപ്പോഴ്, ഗോതമ്പ് പൊടി കിട്ടിയപ്പോഴ് അത് അങ്ങനെ തന്നെ തീരെ ചുട്ടെടുത്തിട്ട് ഭഗവാന് സമർപ്പിച്ചു. ഭഗവാൻ പറഞ്ഞു, സനാതന ഗോസ്വാമി, നിങ്ങൾ ഇതിൽ കുറച്ച് ഉപ്പെങ്കിലും ചേർത്തിട്ട് എനിക്ക് തന്നൂടെ എന്ന് ചോദിച്ചു. അപ്പൊ സനാതന ഗോസ്വാമി പറഞ്ഞു, ഞാനൊരു പരിവ്രാജകനാണ്, എനിക്ക് ഇത്രയൊക്കെ സാധിക്കുള്ളൂ. ഇന്ന് നിങ്ങള് ഉപ്പ് ചോദിക്കും, നാളെ ഇനി പഞ്ചസാര ചോദിക്കും, മറ്റന്നാ വേറെന്തെങ്കിലുമൊക്കെ ചോദിക്കും. എനിക്ക് അതെല്ലാം നിവർത്തിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിന്നാ മതി എന്ന് പറഞ്ഞു. മദൻ മോഹൻ അത് കേട്ടു. അദ്ദേഹം വിട്ടുപോയില്ല. സനാതന ഗോസ്വാമിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവസാന കാലം വരെ. അപ്പൊ അതാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. നമ്മുടെ ഭക്തി സിദ്ധാന്ത മഹാരാജ ദീക്ഷ വേണമെന്നും പറഞ്ഞിട്ട് ഗൗരകിഷോർദാസ് ബാബാജിയുടെ അടുത്ത് പോയപ്പോൾ ഗൗരകിഷോർദാസ് ബാബാജി പറഞ്ഞു, ഞാൻ ഭഗവാനോട് ചോദിക്കട്ടെ, ഭഗവാൻ സമ്മതിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ദീക്ഷ തരാം എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ആ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അവര് തമ്മിൽ പരസ്പരം ആശയവിനിമയം കൈകാര്യം ചെയ്യും അവര്. അപ്പോ ഇതെല്ലാം തന്നെ ഉദാഹരണമാണ്. ഭഗവാന്റെ വിഗ്രഹവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസം ഇല്ല. നമുക്ക് കല്ലോ അല്ലെങ്കിൽ മരമോ ചായമോ എന്തുപയോഗിച്ചിട്ടും നമുക്ക് ഭഗവാനെ നിർമ്മിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മുടെ ഈ ലോട്ടസ് ബിൽഡിങ്ങിലെ പ്രൊവൈഡർ റൂമിലെ ഒരു മായാപൂർ ചന്ദ്ര എന്ന് പറയുന്നുള്ളൊരു വിഗ്രഹമുണ്ട്. അത് ഗംഗാമഡ് കൊണ്ട് ഉണ്ടാക്കിയൊരു വിഗ്രഹമാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വിഗ്രഹമാണ്. നമ്മുടെ ഈ മായാപൂർ ക്ഷേത്രത്തിന്റെ പേര് തന്നെ ചന്ദ്രോദയ മന്ദിർ ആണ്. അപ്പോ മായാപൂർ ചന്ദ്ര ആ പേര് വെച്ചിട്ടാണ് ചന്ദ്രോദയ മന്ദിർ. അത് മാത്രമല്ല, ചൈതന്യ മഹാപ്രഭു അവതരിച്ച സമയത്ത് പൂർണ്ണചന്ദ്രൻ, അന്ന് പൂർണിമയായിരുന്നു. അപ്പൊ പൂർണ്ണചന്ദ്രൻ പോലും നാണിച്ച് അങ്ങ് മേഘത്തിന്റെ ഇടയിൽ ഒടിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം ചൈതന്യ മഹാപ്രഭുവിനെ പോലെ ഒരു പൂർണ്ണചന്ദ്രൻ അവതരിക്കുമ്പോ എന്റെ ആവശ്യമില്ല എന്ന് സ്വയം ചന്ദ്രൻ തന്നെ തീരുമാനിച്ചു. അപ്പോ നമുക്കങ്ങനെ ഏത് രൂപത്തിലുമെങ്കിലും ഭഗവാനെ നിർമ്മിക്കാം, നമുക്ക് ആരാധിക്കാം. ഇങ്ങനെ വളരെ എളുപ്പമാണ് ഭക്തിയോഗം പരിശീലിക്കുക എന്ന് പറയുന്നത്. അപ്പോ വാസ്തവത്തിൽ ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള രൂപമല്ല, അത് പരമപുരുഷന്റെ നിരപേക്ഷമായിട്ടുള്ള ഭാവമാണ്. അപ്പോ നമുക്ക് അർച്ചവിഗ്രഹം വഴി നമുക്ക് ഭഗവാനെ പരമപുരുഷനെ സമീപിക്കാനായിട്ട് യാതൊരു പ്രയാസവും ഇല്ല. ശ്രീലപ്രഭു ഒരു ഭാവാർത്ഥത്തിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വഴി കൂടെ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും തപാൽ പെട്ടികൾ കാണാം. ഇപ്പൊ പിന്നെ അതൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്നു, പക്ഷെ എന്നാലും ഉണ്ട്. പോസ്റ്റ് ഓഫീസും തപാൽ പെട്ടികളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോ നമ്മള് ആ ചുമന്ന പെയിന്റ് അടിച്ചിട്ട് ഉള്ള തപാൽ പെട്ടിയിൽ, യഥാർത്ഥത്തിലുള്ള തപാൽ പെട്ടിയിൽ നമ്മൾ എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആർക്കാണ് അയക്കാൻ ഉദ്ദേശിച്ചത് അവിടെ എത്തിച്ചേരും, ലക്ഷ്യത്തിൽ എത്തിച്ചേരും. നമ്മൾ ഒരിക്കലും അന്വേഷിക്കാറില്ല അത് പോകുന്ന റൂട്ട് എങ്ങനെയാണ്, ആരാണത് അവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്, പിന്നെ അത് ഏതൊക്കെ വഴിക്ക് സഞ്ചരിക്കുന്നു എന്ന് നമ്മൾ ഒരിക്കലും അന്വേഷിക്കാറില്ല. നമ്മൾ ആ പെട്ടിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. പക്ഷെ അതേസമയം ഈ ചുമന്ന പെയിന്റ് അടിച്ച വേറെ ഏതെങ്കിലും ഒരു പെട്ടി, ഒരു കച്ചറ പെട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതും ചുമന്ന പെയിന്റ് ആണല്ലോ നമ്മള്
അതിനകത്ത് കൊണ്ടുപോയി ലെറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ലക്ഷ്യത്തിൽ എത്തിച്ചേരില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ അവ്യക്തിഗത മാർഗത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടാൻ ഉദ്യമിക്കുന്നവരുടെ വഴി എന്ന് പറയുന്നത് വളരെ ദുർഘടമാണ്. അത് അത്ര എളുപ്പത്തിലൊന്നും നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കില്ല. കാരണം ഒരുപാട് കടമ്പകൾ കടക്കണം. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ജ്ഞാനമാർഗം സ്വീകരിച്ചവർക്ക് പോലും അവർക്ക് ഒരുപാട് ജന്മങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ എന്നെ സമീപിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സമീപിച്ചവർ തന്നെ അതിൽ ഉറച്ചു നിൽക്കുന്നില്ല. കാരണം അവർ പോലും വിട്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയെ. അപ്പൊ അങ്ങനെ ജ്ഞാനമാർഗം സ്വീകരിച്ചവർ പോലും ഉറച്ചു നിൽക്കണം എന്ന് യാതൊരു ഉറപ്പുമില്ല. അതേസമയം ഭഗവാൻ ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്നവരെ ഭഗവാൻ തന്നെ സംരക്ഷിക്കും എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഭഗവാന്റെ വിഗ്രഹത്തിന് പതിവായിട്ട് പൂജ, അതുപോലെ തന്നെ പ്രണാമം സമർപ്പിക്കുക, അതുപോലെ തന്നെ ഭഗവാനെ നിവേദിച്ചതിന്റെ ഉച്ഛിഷ്ടം മാത്രം ഭക്ഷിക്കുക, ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് മാത്രം നമുക്ക് വളരെ എളുപ്പത്തിൽ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ ഭഗവത് സാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കും. അപ്പോ ഭഗവാന് സ്വയം സമർപ്പിക്കുക എന്നുള്ളതായിരിക്കണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഭഗവാൻ 18-ാം അധ്യായം അത് സമാപിപ്പിക്കുന്നത് എങ്ങനെയാണ്? സർവധർമാൻ പരിത്യജ മാം ഏകം ശരണം വ്രജ. നിങ്ങൾ എല്ലാ ധർമ്മങ്ങളെയും വെടിഞ്ഞിട്ട് എന്നെ മാത്രം ശരണം പ്രാപിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഭക്തി എന്ന് പറയുന്നത്. എന്നാൽ ഈ അവ്യക്തിഗതവാദികള് അവർക്ക് എന്താണ് ബ്രഹ്മം, എന്താണ് ബ്രഹ്മം അല്ലാത്തത്, അവര് ഈ വിഷയങ്ങളെ കുറിച്ചെല്ലാം ഗ്രഹിക്കുവാൻ വേണ്ടി പാടുപെട്ട് അവര് ജീവിതം വ്യർത്ഥമാക്കി കളയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവ്യക്തവും ഇവിടെ പറയുന്നതാണ് അവ്യക്താസക്ത ചേതസ, അവ്യക്തവും അചിന്ത്യവും ഇന്ദ്രിയ ഗോചരവും അല്ലാത്തതുമായ ബ്രഹ്മത്തില് ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഈ വഴി എന്ന് പറയുന്നത് വളരെ ക്ലേശകരമായിട്ടുള്ള വഴിയാണ്. ക്ലേശോ അധികരസ്തേഷം, വളരെ ക്ലേശകരമായിട്ടുള്ള മാർഗമാണ് ഈ ബ്രഹ്മരൂപത്തിനെ ആരാധിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതൊരിക്കലും സ്വീകരിക്കരുത് എന്നുള്ളതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ കൂടെ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. ശ്ലോകം 6-ഉം 7 ചേർത്തുകൊണ്ടാണ്. ശ്ലോകം 6-7. യേതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. യേതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. യേതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 6. ഏതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗുരുഭ്യോ നമഃ. ഏതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഏതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഏത് സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഃ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. ഹരേ കൃഷ്ണ. ശ്ലോകം 7. തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. ഹരേ കൃഷ്ണ. തേഷാമഹം സമുദ്ധർത മൃത്യു സംസാര സാഗരാത് ഭവാമി ന ചിരാത് പാർത്ത മയ്യാവേശിത ചേതസാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ. തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകേത് തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോക 7. തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാൻ ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ ശ്രീല പ്രഭാതത്തിലെ ശ്രീല ഗുരുദേവത്തിലെ ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭാരവർത്തനം ഭാവാർത്ഥവും. പാർത്ഥ, ഹേ പാർത്ഥ, തു എന്നാൽ മാം എന്നെ, ധ്യായന്തഹ എല്ലായ്പ്പോഴും ധ്യാനിച്ചുകൊണ്ട്, സർവകർമാണി എല്ലാ കർമ്മങ്ങളെയും, മയി സംന്യസ്യ എനിക്കായി സമർപ്പിച്ചിട്ട്, മയി എന്നിൽ, ആവേശിത ചേതസാം മനസ്സുറപ്പിച്ച്, അനന്യേന ഏവ യോഗേന ഏകാഗ്രമായ ഭക്തിയുത സേവനത്തിൽ, തേഷാം ഏർപ്പെടുന്ന അവരെ, മൃത്യു സംസാര സാഗരാത് ജനന മരണങ്ങളുടെ ഈ സമുദ്രത്തിൽ നിന്ന്, അഹം ഞാൻ, സമുദ്ധർത്ത ഭവാമി കരകയറ്റും. ഹേ പാർത്ഥ എന്നാൽ എന്നെ എല്ലായ്പ്പോഴും ധ്യാനിച്ചുകൊണ്ട്, എല്ലാ കർമ്മങ്ങളെയും എനിക്കായി സമർപ്പിച്ചിട്ട്, എന്നിൽ മനസ്സുറപ്പിച്ച് ഏകാഗ്രമായ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന അവരെ, ജനന മരണങ്ങളുടെ ഈ സമുദ്രത്തിൽ നിന്ന് ഞാൻ കരകയറ്റും. തിരിച്ച് ഭഗവാൻ ഭക്തിയോഗത്തിന്റെ പ്രാധാന്യത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇവിടെ ഭഗവാന്റെ കൃപയാണ്. അപ്പോ നമ്മൾ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിട്ട് നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും, സർവാണി കർമാണി എല്ലാ കർമ്മങ്ങളെയും നമ്മൾ ഭഗവാന് സമർപ്പിച്ചിട്ട് നമ്മൾ ഭഗവാനെ ധ്യാനിക്കുക. അങ്ങനെയുള്ളവർ വളരെ ഭാഗ്യശാലികളാണ്. കാരണം ഭക്തിയുത സേവനം എന്ന് പറയുന്നത് എല്ലാ യോഗങ്ങളിലും വെച്ചിട്ട് ഏറ്റവും പ്രധാനമായതും അതുപോലെ തന്നെ ഏറ്റവും ഉത്തമവും ഏറ്റവും ഉചിതവുമായിട്ടുള്ളതാണ് ഈ ഭക്തിയോഗം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവരെ സ്വയം ഭഗവാൻ തന്നെ ഈ ജനിമർദ്ദിതരുടെ ഈ ലോകത്ത് നിന്നിട്ട് കരകയറ്റും എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പോ ആ ഭക്തിയുത സേവനം എങ്ങനെയുള്ളതായിരിക്കണം? അത് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതായിരിക്കണം. ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാന്റെ ആ മൂല്യം അറിയാനായിട്ട് സാധിക്കുള്ളൂ, ഭഗവാനെയും അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഭഗവാൻ തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഭക്തിയാ മാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് തികഞ്ഞ ഭക്തരാകണം. നമ്മൾ കൃഷ്ണനെ തന്നെ എല്ലായ്പ്പോഴും മനസ്സുറപ്പിക്കണം. മെയ് ആസക്ത ചേതസ എന്നാ പറയുന്നത്. നമ്മൾ എപ്പോഴും ഭഗവാന്റെ തന്നെ നമ്മൾ മനസ്സുറപ്പിക്കണം. അതുപോലെ നമ്മൾ ഏത് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നതും അത് കൃഷ്ണന് വേണ്ടിയിട്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഏത് രീതിയിലുള്ള കർമ്മമായാലും വിരോധമില്ല, അത് ചെയ്യുന്നത് നമ്മൾ കൃഷ്ണന് വേണ്ടിയിട്ടായിരിക്കണം. ഭഗവാനെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് ഒഴിച്ചിട്ട് നമുക്ക്
യാതൊരു നേട്ടവും തന്നെ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കാൻ തന്നെ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അർജുനനെ പോലെ അർജുനൻ കൃഷ്ണന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് എന്തും തന്നെ ചെയ്യാൻ തയ്യാറായിരുന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി അർജുനൻ എല്ലാം ത്യജിക്കാനും തയ്യാറായിരുന്നു. കാരണം തുടക്കത്തിൽ നമുക്കറിയാം ഇതെല്ലാം എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് ഈ മുമ്പിൽ നിൽക്കുന്നത്, അവരോട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും എന്ന് ചോദിച്ചു. പിന്നീട് ഭഗവത്ഗീത കേട്ടതിന് ശേഷം ഭഗവാന് വേണ്ടിയിട്ട് അർജുനൻ അവരെയെല്ലാം വേണ്ടിയിട്ട് അവരെയൊക്കെ ത്യജിക്കാൻ അർജുനൻ തയ്യാറായി. അപ്പൊ വളരെ ലളിതമായിട്ടുള്ള പ്രക്രിയയാണ് ഈ ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ദൈനംദിന കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഇത് മഹാമന്ത്രമാണ്, അതുപോലെ തന്നെ ഇത് അതീന്ദ്രിയവുമാണ്. അപ്പൊ നിരന്തരമായിട്ടുള്ള ഈ നാമജപം ഭക്തനെ ഭഗവാനിലേക്ക് ആകർഷിക്കും. അപ്പൊ അങ്ങനെ നമ്മള് ഈ സാധനാ ഭക്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഭക്തനെ ഇവിടെ ഭഗവാൻ എന്താ പറയുന്നത്? നചിരാ, വളരെ വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഈ മൃത്യു സംസാര സാഗര, ഈ ജനന മരണങ്ങളുടെ ഈ സംസാര സാഗരത്തിൽ നിന്ന് ഞാൻ മുക്തനാക്കും. ഇത് ഭഗവാൻ തന്നെ സ്വയം വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ശ്ലോകത്തില്. ഇതിലും വലിയൊരു ഗ്യാരണ്ടി വേറെ എന്ത് വേണം നമുക്ക്? അപ്പോ ഈ അഷ്ടാംഗയോഗം പരിശീലിക്കുന്നവര് അവർക്ക് അവരുടെ യോഗ പദ്ധതികളിൽ കൂടെ മറ്റുള്ള ഗ്രഹങ്ങളിലേക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം കർദമുനിയൊക്കെ ഒരു ആകാശ മാർഗത്തിൽ കൂടെ അവര് സഞ്ചരിച്ചിരുന്നു ദേഹൂതിയും കൊണ്ട്. അപ്പോ യോഗ പദ്ധതി കൊണ്ട് അങ്ങനെയുള്ളതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഭക്തിയുത സേവനം അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് മറ്റുള്ള ധാമങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഗോലോകധാമത്തിലേക്ക്, ഏറ്റവും പരമമായിട്ടുള്ള ഗോലോകധാമത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഇങ്ങനെ മൃത്യു സംസാര സാഗര, അത് ഭഗവാൻ തന്നെ സ്വയം നമ്മുടെ കയറ്റിക്കൊണ്ടുപോകും എന്ന് പറയുന്നത്. അപ്പോ ഒരുപാട് വർഷങ്ങളെടുത്ത് നമ്മൾ അഷ്ടാംഗ യോഗ പദ്ധതി ഒക്കെ പരിശീലിച്ചിട്ട് നേടുന്ന ആ ഒരു കഴിവ് നമുക്ക് ഭക്തി സേവനം അനുഷ്ഠിക്കുന്നതിൽ കൂടെ നമുക്ക് നേടാനായിട്ട് സാധിക്കും. കാരണം അത്രയും പ്രധാനമാണ് ഭഗവാനും ഭഗവാന്റെ ധാമവും എന്ന് പറയുന്നത്. തദ്ധാമ പരമം മമ എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോ പ്രഭുവായൂർ പറയുന്നുണ്ട് ഭാവാർത്ഥത്തില്, ഒരു ഭക്തനെ സംബന്ധിച്ചിട്ട് ആധ്യാത്മിക ഗൃഹങ്ങളിലേക്ക് ആത്മാവിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള അഷ്ടാംഗയോഗം പരിശീലിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. കാരണം അത് വെറും ഒരു ശാരീരികമായിട്ടുള്ള ഒരു എക്സസൈസുമാണ് ഇന്നത്തെ കാലത്ത് കാണുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് ആരും തന്നെ ഈ അഷ്ടാംഗയോഗ പദ്ധതികളൊന്നും തന്നെ പരിശീലിപ്പിക്കുന്നില്ല. വെറും പൈസയ്ക്ക് വേണ്ടിയിട്ട് ശാരീരികമായിട്ടുള്ള കുറച്ച് എക്സസൈസുകളൊക്കെ കാണിച്ചു തരും, അത്രയേ ഉള്ളൂ. ശ്രീപ്രഭു ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. ഒരു ശിശു പൂർണ്ണമായിട്ടും അച്ഛനമ്മമാരുടെ സംരക്ഷണത്തില് ആയിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഭഗവാന്റെ കാരുണ്യരേഖത്താൽ നമ്മള് എപ്പോഴും നമ്മൾ ഈ ഭൗതികതയിൽ നിന്ന് നമ്മളെപ്പോഴും വിട്ടുനിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഭക്തിയുത സേവനം പരിശീലിക്കുന്നവരെ സ്വയം ഭഗവാൻ തന്നെ ഗരുഡവാഹനത്തിൽ വന്നിട്ട് ഈ ഭൗതികതയിൽ നിന്ന് മോചിപ്പിക്കും എന്നുള്ളതാണ് പറയുന്നത്. വരാഹ പുരാണത്തിൽ നിന്നെടുത്ത് പറയുന്നുണ്ട്. നയാമി പരമം സ്ഥാനം അർച്ചിരാപി ഗതിം വിന ഗരുഡസ്കന്ധം ആരോപ്യ യഥേച്ഛം അനിവാരിത എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ സ്വയം ഗരുഡന്റെ പുറത്ത് കയറി വന്നുകൊണ്ട് നമ്മളുടെ കൈ പിടിച്ചിട്ട് ഭഗവാൻ നമ്മളെ ആധ്യാത്മിക ലോകങ്ങളിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പോ ശ്രീപ്രഭുവായൂർ വേറൊരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് സമുദ്രത്തിൽ വീണുപോയ ഇപ്പൊ ഒരാൾക്ക് എത്ര പാടുപെട്ടാലും, അതുപോലെ തന്നെ ഒരു എത്ര നല്ലൊരു നീന്തൽക്കാരനായി കഴിഞ്ഞാലും ആയിരുന്നാൽ പോലും പലപ്പോഴും സമുദ്രത്തിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. പക്ഷെ വേറെ ഒരാൾ വന്നിട്ട് അയാളെ, നല്ല നീന്തൽ അറിയാവുന്ന ഒരാൾ വന്നിട്ട് അയാളെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് സമുദ്രത്തിൽ നിന്ന് കരകയറാനായിട്ട് സാധിക്കും. പക്ഷെ ആ മറ്റൊരാൾ എങ്ങനെയുള്ള ഒരാളായിരിക്കണം? അയാൾ നല്ലൊരു നീന്തൽക്കാരനായിരിക്കണം. അപ്പൊ അതുപോലെ തന്നെ ഭഗവാനേക്കാൾ ഉപരിയായിട്ട് വേറെ ആരും തന്നെയില്ല. അപ്പോ ഇവിടെ ഭഗവാൻ സ്വയം നമുക്ക് ഗ്യാരണ്ടി തരികയാണ് ചെയ്യുന്നത്. ഭക്തിയോഗം പരിശീലിക്കുന്നവരെ ഞാൻ തന്നെ ഈ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോ ശ്രീമദ് ഭാഗവതത്തിൽ ഒരു ഉപമ പറയുന്നുണ്ട്. അതായത് ഒരു നായ സമുദ്രത്തിൽ കിടന്നിട്ട് ഇങ്ങനെ കാലിട്ടടിച്ചിട്ട്
അതിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടാനായിട്ട് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് സമുദ്രത്തില് വീണുപോയ വേറൊരാള് വിചാരിച്ചു, ഞാൻ എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ നായയുടെ വാലിൽ പിടിക്കാം, അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ. നായ എന്തായാലും കായും കാലിട്ടടിച്ച് അങ്ങനെ രക്ഷപ്പെടാനായിട്ട് നോക്കുന്നില്ല, അപ്പൊ നായ രക്ഷപ്പെടുന്നതിന്റെ കൂടെ എനിക്കും രക്ഷപ്പെടാം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ നായയുടെ വാലിൽ കയറി പിടിക്കും. പക്ഷെ വാസ്തവത്തിൽ ഈ നായയും രക്ഷപ്പെടാൻ പോകുന്നില്ല, ഈ വാലിൽ പിടിച്ചിരിക്കുന്ന ആളും രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ കർമ്മയോഗം, ജ്ഞാനയോഗം, അഷ്ടാംഗയോഗം, പിന്നെ മറ്റുള്ള ദേവീ ദേവതമാരെ ഉപാസിക്കുന്നവർ, ഇവരുടെയൊക്കെ സ്ഥിതി അത് തന്നെയാണ്. കാരണം അവര് തന്നെ ഈ ഭൗതിക ലോകത്തിൽ കിടന്നിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മളെ ഒരിക്കലും ഈ കാരണം ഈ പറയുന്ന എല്ലാം തന്നെ നായയുടെ വാല് പോലെയാണ്. അപ്പോൾ നമ്മൾ അതിലൊന്നും മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ഈ ഭൗതിക ലോകത്തിൽ നിന്ന് കരകയറാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ അജ്ഞാന സമുദ്രമാകുന്ന ഈ ഭൗതിക ലോകത്ത് നിന്ന് നമുക്ക് കരകയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാൻ കൃഷ്ണന്റെ ചരണാരവിന്ദനങ്ങളെ മാത്രം മുറുകെ പിടിക്കണം. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലെ ചർച്ച ചെയ്തിരുന്നു മേൽപ്പത്തൂര് എപ്രകാരമാണ് ഭഗവാനുമായിട്ട് സംസാരിച്ചുകൊണ്ട് ആ നാരായണീയം എഴുതിയത് എന്നുള്ളത്. അപ്പോ ഈ ഭാവാർത്ഥത്തിന്റെ ഒരു പ്രത്യേകത എന്തുവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ ശ്രീലാ പ്രഭുപാദര് മേൽപ്പത്തൂരിന്റെ നാരായണത്തിൽ നിന്നൊരു ശ്ലോകം കോട്ട് ചെയ്തിട്ടുണ്ട്. യാവൈ സാധന സമ്പത്തി പുരുഷാർത്ഥ ചതുഷ്ടയെ തയാവിന തഥാപ്നോതി നരോ നാരായണാശ്രയ. അപ്പോ ശ്രീല പ്രഭുപാദരുടെ ആ മഹത്വം നമുക്ക് എന്താണെന്നുള്ളത് ഇതിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ആ കാലത്ത് ഈ ഗൂഗിൾ സർവീസ് അങ്ങനെയുള്ള യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ശ്രീല പ്രഭുപാദര് എത്ര ഗ്രന്ഥങ്ങളെ കോട്ട് ചെയ്തിട്ടാണ് ഭാവാർത്ഥങ്ങൾ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഭാവാർത്ഥങ്ങൾ എല്ലാം എപ്രകാരമാണ് മേൽപ്പത്തൂരിനെ കൊണ്ട് നാരായണൻ എഴുതിച്ചത്, അതുപോലെ തന്നെ ഭഗവാൻ സ്വയം ശ്രീല പ്രഭുപാദരെ കൊണ്ട് ഈ ഭാവാർത്ഥങ്ങൾ എഴുതിച്ചതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫലോദ്ദിഷ്ട കർമ്മങ്ങള് അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഊഹാപോഹങ്ങളിൽ കൂടെ അറിവ് നേടുക, അതിനൊക്കെ വേണ്ടി ശ്രമിക്കുന്നവര് അവരുടെ സമയം പാഴാക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ യോഗാനുഷ്ഠങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോ യോഗ പദ്ധതികൾ നോക്കാൻ വെച്ചാൽ 2500-ലധികം യോഗ പദ്ധതികളുണ്ട്. നമുക്ക് ഇതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതൊന്നും തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അത്ര എളുപ്പമല്ല. അതുപോലെ തന്നെ തത്വചിന്തകള്, പിന്നെ നിത്യമായിട്ടുള്ള അനുഷ്ഠാനങ്ങള്, യജ്ഞദാനാദി കർമ്മങ്ങള്. അപ്പോ ഇവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളും കേവലം നമ്മൾക്ക് ഭഗവാന്റെ ഭക്തി പരിശീലിക്കുന്നതുകൊണ്ട് മാത്രം കൈവരുത്താം എന്നുള്ളതാണ് മേൽപ്പത്തൂർ പറയുന്നത്. അതാണ് ഭക്തിദസേവനത്തിന്റെ വിശിഷ്ടമായിട്ടുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയുന്ന ഈ മഹാമന്ത്രം നമ്മൾ ഉരുവിടുന്നത് കൊണ്ട്, അത് നമ്മൾ പൂർണ്ണമായിട്ടും ശ്രദ്ധയോടെ അല്ലെങ്കിൽ ശ്രദ്ധ ഇല്ലാതെ നമ്മൾ ജപിക്കുകയാണെങ്കിൽ പോലും, ശ്രദ്ധയില്ലാതെ ജപിക്കുന്നവർക്ക് പോലും ഭഗവാൻ മുക്തി കൊടുക്കുന്നുണ്ട്. വെറും തന്റെ മകന്റെ പേര് വിളിച്ച അജാമിലന് ഭഗവാൻ ഈ സംസാര സാഗരത്തിൽ നിന്ന് മുക്തി കൊടുക്കാം എന്നുണ്ടെങ്കിൽ, നമ്മൾ ശ്രദ്ധയോടെ ഭഗവാന്റെ തിരുനാമം ജപിക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തില് നമുക്ക് വളരെ സുഗമമായിട്ട് നമുക്ക് പരമലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ശ്രീമദ് ഭാഗവതത്തിന്റെ അവസാനത്തെ ശ്ലോകം പറയുന്നത് തന്നെയാണ് നാമസങ്കീർത്തനം യസ്യ സർവഭാവ പ്രണാശനം. നാമസങ്കീർത്തനം കൊണ്ട് നമ്മുടെ അനേകം ജന്മങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളെയും നമുക്ക് കഴുകിക്കളയാനായിട്ട് സാധിക്കും. ഭഗവത്ഗീതയിലെ 18-ാം അധ്യായം ഭഗവാൻ ഉപസംഹരിക്കുന്നതും അത് തന്നെയാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ എന്നാ പറയുന്നത്. നമ്മൾ ചെയ്തു പോയിട്ടുള്ള നമ്മളെ പാപകർമ്മങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ആലോചിച്ചിട്ട് ദുഃഖിക്കേണ്ട യാതൊരു കാരണവുമില്ല. സർവശക്തനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കരകയറ്റും. അതിനുവേണ്ടി നമ്മൾ ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ, നമ്മൾ ഭക്തിയുത സേവനം അനുഷ്ഠിക്കുക എന്നുള്ള അതല്ലാതെ യാതൊരു വേറെ ഒന്നും തന്നെ നമ്മൾ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഈ 2 ശ്ലോകങ്ങളിൽ കൂടെ ഭഗവാൻ പറഞ്ഞു തരുന്നത്. ശ്ലോകം 8. മയ്യേവ മന ആദസ്വ മയി ബുദ്ധിം നിവേശയ
നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. മയ്യേവ മന ആദസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. മയ്യേവ മന ആദൽസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മയ്യേവ മന ആധൽസ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. പ്രഭുപാദർക്ക് ശ്രീല ഗുരുദേവിക്ക് ഓ നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 8. മയ്യേവ മന ആദർശ മയി ബുദ്ധിം നിവേശയ നിവാസ്യസ്യ മയ്യേവ അത്ഭുതം ന സംശയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 8. മയ്യേവ മന ആദസ്യ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മയ്യേവ മന ആദസ്ത മയി ബുദ്ധിം നിവേശയ നിവശിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മയ്യേവ മന ആദൽസ്വ മയി ബുദ്ധി നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രേയപ്രവാരവർത്തനം ഭാവാർത്ഥം. മയി ഏവ പരമദിവ്യോത്തം പുരുഷനായ എന്നിൽ മനഃ മനസ്സിനെ ആദൽസ്വ ഉറപ്പിച്ച് മയി എന്നിൽ ബുദ്ധിയെ നിവേശയ വ്യാപരിപ്പിക്കുക അത ഊർധ്വം അതിനുശേഷം മയി ഏവ എന്നിൽ തന്നെ നിവസിഷ്യസി നീ വാഴും സംശയഃ ന സംശയം ഇല്ല. പരമദിവ്യോത്തം പുരുഷനായ എന്നിൽ മനസ്സിനെ ഉറപ്പിച്ച് എന്നിൽ ബുദ്ധിയെ വ്യാപരിപ്പിക്കുക അതിനുശേഷം എന്നിൽ തന്നെ നീ വാഴും സംശയമില്ല. ഈ ശ്ലോകത്തില് 3 പ്രാവശ്യം മയി 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 എന്ന് ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അവിടെ ആ ഒരു കാര്യത്തിൽ വേറെ യാതൊരു ഓപ്ഷനും നിങ്ങൾക്ക് തന്നിട്ടില്ല. ശരി, നിങ്ങൾക്ക് എന്നെ അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് പോകാം. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ അയാളുടെ ടാർഗറ്റ് എത്തുന്നവരെ നമുക്ക് ട്രീറ്റ്മെന്റ് തരും. അവസാനം അയാൾക്ക് തന്നെ അറിയാം അയാളെ കൊണ്ട് പറ്റില്ല എന്നുള്ളത്. അപ്പൊ അയാൾ പറയും എന്നെ കൊണ്ട് ഇത്രേ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പൊക്കോളാൻ പറയും. നമുക്ക് ഓപ്ഷൻ തരും. പക്ഷെ ഇവിടെ ഭഗവാൻ നമുക്ക് അതിനൊരു ഓപ്ഷൻ തരുന്നില്ല. ഭഗവാൻ എന്താ പറയുന്നത്? നിങ്ങൾ എന്നിൽ തന്നെ മനസ്സുറപ്പിക്കുക, എന്നിൽ തന്നെ ബുദ്ധിയെ വ്യാപരിപ്പിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ അത്രയും പ്രധാനമാണ് ഭഗവാൻ കൃഷ്ണനിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഭഗവാൻ നമുക്ക് പല സ്റ്റേജസ് തരുന്നുണ്ട്. ഈ 8ാമത്തെ ശ്ലോകം മുതൽ വരുന്ന 12ാമത്തെ ശ്ലോകം വരെ പല സ്റ്റേജസ് തരുന്നുണ്ട്. ശരി, നമുക്കിപ്പോ ഇത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നിൽ മനസ്സുറപ്പിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യണം, അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണം, അങ്ങനെ പല ഓപ്ഷൻസ് തരുന്നുണ്ട്. പക്ഷെ ചെയ്യേണ്ടതെല്ലാം തന്നെ ഭഗവാനോട് തന്നെയാണ്. അപ്പോ അംബരീഷ് മഹാരാജാവ് അദ്ദേഹം ഈ 9 പ്രക്രിയകളും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ആദ്യം തന്നെ ചെയ്തതെന്താണ്? മനസ്സിനെ ഭഗവാന്റെ കേന്ദ്രീകരിച്ചു, അല്ലെ? സഭൈ മനഃകൃഷ്ണ പാദാരവിന്ദയോ. അപ്പോ ആദ്യം തന്നെ നമ്മൾ വേണ്ടത് നമ്മുടെ മനസ്സ് ഭഗവാന്റെ സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഭഗവാനില് മനസ്സുറപ്പിക്കുക എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭക്തരില് ഭഗവാൻ എപ്പോഴും ഉണ്ടാകും. ഭഗവാൻ അവരെ വിട്ട് ഒരിക്കലും പോകില്ല. ഭക്തരും അതുപോലെ തന്നെ ഭഗവാനെ വിട്ട് എവിടെയും പോകില്ല. ശ്രീമദ് ഭാഗവത്തിൽ അത് പറയുന്നുണ്ട്. എന്താണ്? സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം എന്ന് പറയുന്നുണ്ട്. ഞാൻ എപ്പോഴും ഭക്തരുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്, അതുപോലെ തന്നെ ഭക്തരെപ്പോഴും എൻ്റെ ഹൃദയത്തിലാണ് വസിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോ അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഭഗവാന്റെ മനസ്സുറപ്പിക്കുക എന്ന് പറയുന്നത്. പത്മപുരാണത്തിലും അത് തന്നെയാണ് പറയുന്നത്. സ്മർത്തവ്യ സതതം വിഷ്ണു വിസ്മർത്തവ്യ നജാതുചേത് എന്ന് പറയുന്നുണ്ട്. എപ്പോഴും ഭഗവാൻ വിഷ്ണുവിനെ സ്മരിക്കുക,
അതുപോലെ തന്നെ ഭഗവാനെ ഒരിക്കലും വിസ്മരിക്കാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോ വൃന്ദാവനത്തിലെ ഗോപികമാര്, യശോദാമാതാവ്, ഗോപന്മാര്, ഇവരെല്ലാം തന്നെ ഏതൊരു പ്രവൃത്തികൾ ചെയ്യുമ്പോഴും എപ്പോഴും കൃഷ്ണനെ സ്മരിച്ചുകൊണ്ടാണ് അവർ ചെയ്തിരുന്നത്. കൃഷ്ണൻ ഭഗവാനാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല അവര് ചെയ്തിരുന്നത്. പക്ഷെ എന്നിരുന്നാലും അവരുടെ മനസ്സിൽ എപ്പോഴും കൃഷ്ണൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് അതിന്റെ ആ മഹത്വം എന്ന് പറയുന്നത്. മുകുന്ദമാല സ്തോത്രത്തില് കുലശേഖര ആൾവാർ പറയുന്നുണ്ട്, ചിത്തം നൈവ നിവർത്തതേ ക്ഷണമപി ശ്രീകൃഷ്ണ. എന്റെ മനസ്സിനെ ഒരു നിമിഷത്തേക്ക് പോലും എനിക്ക് കൃഷ്ണസ്മരണയിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് സാധിക്കുന്നില്ല എന്ന് കുലശേഖര ആൾവാർ പറയുന്നുണ്ട് മുകുന്ദമാല സ്തോത്രത്തിൽ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, മയ്യേവ മന ആദസ്വ, നിങ്ങൾ എന്നിൽ തന്നെ മനസ്സുറപ്പിക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് മനസ്സിനെ ഉറപ്പിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഭഗവാൻ പറയുന്നത്, മൈ ബുദ്ധി നിവേശയ. ശരി, നിങ്ങൾ ചുരുങ്ങിയ പക്ഷം നിങ്ങളുടെ ബുദ്ധി എന്റെ വൈഭവങ്ങളെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക എന്നാ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ 11-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലും നമ്മൾ ഭഗവാന്റെ വൈഭവങ്ങളെ പറ്റി മനസ്സിലാക്കി. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് ഭഗവാന്റെ വൈഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ പറഞ്ഞ ചുരുങ്ങിയ പക്ഷം നിങ്ങൾ അതെങ്കിലും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കൂ. കാരണം ഞാനില്ലാതെ ഒന്നിനും തന്നെ നിലനിൽപ്പില്ല എന്നുള്ള ആ വാസ്തവികമായിട്ടുള്ള തത്വം നിങ്ങൾ മനസ്സിലാക്കൂ. അതുകൊണ്ടാ പറയുന്നത് മൈ ബുദ്ധിം നിവേശയ. അപ്പോ അങ്ങനെ ഇനിയിപ്പോ അതിനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിന് നമുക്ക് ഉപയോഗിക്കാം. കാരണം നമ്മളുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നതിന് ഭഗവാന്റെ ഒരു ഭാഗാംശമാണ്. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭഗവാന്റെ തന്നെ ഒരു അംശമാണ്. അപ്പോ നമ്മളുടെ ഇന്ദ്രിയങ്ങളെല്ലാം നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ഋഷികേശ സേവനം, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ഋഷികേശനെ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ സേവിക്കാൻ വേണ്ടി ഉപയോഗിക്കാനാണ് ഇവിടെ പറയുന്നത്. കാരണം നമ്മള് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമമായിട്ടുള്ള കാര്യം. സേവൻ മുഖേഹി ജിഹ്വാദോ സ്വയമേവ സ്ഫുരത്യത. നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ സേവിക്കാം. അപ്പൊ അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്താണ്, നമ്മുടെ നാക്ക്. നാക്ക് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ഭഗവാന്റെ തിരുനാമം ജപിക്കാനായിട്ട് സാധിക്കും. കാരണം ഭഗവാന്റെ തിരുനാമത്തിനും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കലികാലേ നാമരൂപേ കൃഷ്ണ അവതാര. ഈ കലിയുഗത്തിലെ ഭഗവാൻ നാമരൂപത്തിലാണ് അവതരിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഭഗവാൻ ആ തിരുനാമത്തിൽ തന്റെ എല്ലാ ശക്തികളെയും നിക്ഷേപിച്ചിട്ടുണ്ട്. നാമകാരി ബഹുദ നിജ സർവശക്തി. അപ്പൊ എല്ലാ ശക്തികളും ഭഗവാൻ ആ നാമത്തില് നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന്റെ തിരുനാമം ജപിക്കാനായിട്ട് നമ്മുടെ നാക്കിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കാരണം ഒരു ഭക്തൻ ഈ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറയുന്ന ഈ മഹാമന്ത്രം ജപിക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അന്തരംഗ ശക്തിയും ഭക്തന്റെ നാവിന്മേൽ നൃത്തമാടുകയാണ് ചെയ്യുന്നത്. അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ നാമജപം എന്ന് പറയുന്നത്. പത്മപുരാണത്തിൽ പറയുന്നുണ്ട്, നാമചിന്താമണി കൃഷ്ണ ചൈതന്യരസ വിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വ നാമനാമിനഹ എന്ന് പറയുന്നുണ്ട്. കൃഷ്ണന്റെ നാമം കൃഷ്ണനെ പോലെ തന്നെ അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത്രയും തന്നെ ശക്തിയുമുണ്ട്, പൂർണ്ണമാണ്, പൂർണ്ണമാണ് ആ ഭഗവാന്റെ നാമം എന്ന് പറയുന്നത്. ഭഗവാൻ പൂർണ്ണമായതുപോലെ തന്നെ പൂർണ്ണമത പൂർണ്ണാത് പൂർണ്ണമുദച്യതേ. ഭഗവാൻ എപ്രകാരം പൂർണ്ണനാണോ അതുപോലെ തന്നെ ഭഗവാന്റെ നാമവും തിരുനാമം പൂർണ്ണമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന്റെ നാമജപം ചെയ്യാനെന്നുണ്ടെങ്കിൽ നാമജപവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഭഗവത് പ്രാപ്തി നേടാനായിട്ട് സാധിക്കും. ഭഗവാൻ നാരദരോട് പറയുന്നുണ്ട്, നാഹം തിഷ്ടാമി വൈകുണ്ഠേ യോഗിനാം ഹൃദയേഷു എത്ര ഗായന്തി മത് ഭക്ത തത്ര തിഷ്ടാമി നാരദ എന്ന് പറയുന്നുണ്ട്. ഞാൻ വൈകുണ്ഠത്തിലല്ല വസിക്കുന്നത്, ഞാൻ യോഗികളുടെ ഹൃദയത്തിലുമല്ല വസിക്കുന്നത്. എവിടെയാണ് എൻ്റെ ഭക്തന്മാരെ എൻ്റെ തിരുനാമം ജപിക്കുന്നത് അവിടെ ഞാൻ സന്നിഹിതനാണ് എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം 3 ആൾവാർമാരുടെ കഥ. അവര് എപ്രകാരമാണ് ആ രാത്രി സമയത്ത് ഒരു സ്ഥലത്ത് ചെന്ന് പെട്ടിട്ട് അവർക്ക് അവിടെ കിടക്കാൻ പോലും സ്ഥലമുണ്ടായിരുന്നില്ല. അവർ 3 പേരും ശരി നിൽക്കാനുള്ള സ്ഥലമുള്ളൂ. ആ 3 പേരും അവിടെ നിന്നുകൊണ്ട്
ആ ഭഗവാന്റെ മഹിമകൾ പ്രകടിച്ചപ്പോൾ സ്വയം ഭഗവാനോട് സന്നിഹിതനായി എന്നുള്ളതാണ്. അപ്പൊ അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ് ആ നാമജപം എന്ന് പറയുന്നത്. നാമം ജപിക്കാൻ മാത്രമല്ല, നമുക്ക് ഭഗവാന് നിവേദിച്ച പ്രസാദം ഭുജിക്കാനും നമുക്ക് നാക്കിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാത്തവർക്ക് അതിന്റെ മഹത്വം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. എല്ലാ വൈദിക സാഹിത്യങ്ങളും ഇത് തന്നെയാണ് ശുപാർശ ചെയ്യുന്നത്. ശ്രീല പ്രഭുപാദര് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഇപ്പൊ ഒരു ഇരുമ്പിന്റെ കഷ്ണം തീയിലിട്ടിട്ടുണ്ടെങ്കിൽ അത് കുറെ നേരം തീയിൽ കിടന്നിട്ട് അത് പഴുത്ത് അതിന് ആ തീയിന്റെ ഗുണങ്ങള് ആർജിക്കുന്നത് പോലെ തന്നെ നമ്മള് നിരന്തരമായിട്ട് നമ്മള് നാമജപം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആ ശക്തി കൈവരിക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവാന്റെ നിവേദിച്ച പ്രസാദം ഭുജിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും നമുക്ക് മുക്തരാകാനായിട്ട് സാധിക്കും. നമ്മളിത് 3-ാം അധ്യായത്തിൽ പഠിച്ചിരുന്നു. യജ്ഞശിഷ്ട ശനസന്തോ മുച്ചന്തേ സർവ കിൽബിഷൈഹി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. ആ യജ്ഞത്തിൽ ഭഗവാന് നിവേദിച്ച ആ പ്രസാദം കഴിക്കുന്നുണ്ട് സർവ കിൽബിഷൈഹി നമുക്ക് എല്ലാ പാപകർമ്മങ്ങളിൽ നിന്ന് മുക്തരാകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഇതിനെ പറ്റിയില്ല എന്ത് ചെയ്യണം എന്നുള്ള അടുത്ത ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭഗവത്ഗീത की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंदे. हरि हरि बोल. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. കൃഷ്ണ പ്രഭുജി നവരാത്രി ആഘോഷങ്ങളാണല്ലോ അവിടെ. അതെ, നാളെ ദുർഗാഷ്ടമി, ദുർഗാ മാതാവ് മഹിഷാസുരനെ വധിച്ച ദിവസം. ദണ്ഡപ്രണ മാതാവ് പറയൂ. മാതാജി എന്തോ ചോദിക്കാമെന്നല്ലോ. ഞാൻ പ്രഭുവിന് പ്രണാമം പറഞ്ഞതാ. ശരി, ഓക്കെ.